ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. മൈ ചാനൽ എന്ന് പറയുമ്പോൾ ഡ്രീം കളക്ഷൻസ് ആണ്. ഇനി നിങ്ങൾ കാണുന്നവർക്ക് തെറ്റ് പറ്റണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഡ്രീം കളക്ഷൻസ് ഞാൻ തിരിച്ചു പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു, കുറേ കുട്ടികൾ എന്നോട് ജിമിക്കൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജിമിക്ക് ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ കുറച്ച് സ്റ്റോക്ക് കുറഞ്ഞ സമയമാണ്. വിഷുവിൻ്റെ കളക്ഷൻസും കാര്യങ്ങളൊക്കെ എടുത്ത് നിങ്ങൾക്കറിയാമല്ലോ, ഈ അവസാന ദിവസം ആയതുകൊണ്ട് വളരെ കുറവാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു കാണിക്കുമ്പോൾ കുറച്ച് എന്തെങ്കിലും നിങ്ങൾക്ക് കാണാൻ ഭംഗിയുള്ളത് വേണ്ടേ കാണിക്കാനായിട്ട്. അങ്ങനെ ഞാൻ നോക്കിയപ്പോഴാണ് ഇന്ന് കരിമണിയുടെ കുറേ ഈ മറ്റേ മംഗൽസൂത്രയുടെ കണ്ടമാനം ഓർഡേഴ്സ് കിട്ടിയിട്ട് പാക്ക് ചെയ്യാനായിട്ട് ഇരിക്കുമ്പോഴാണ് ഞാൻ ഓർത്തു, എന്നാൽ പിന്നെ കുറച്ച് സമയമുള്ളൂ, സമയം ഓൾറെഡി 12:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓർഡറും കാര്യങ്ങളും ഇന്നൊരു ദിവസം അയച്ചു കഴിഞ്ഞാൽ ഇനി ചൊവ്വ ബുധൻ വ്യാഴം ഈ 3 ദിവസമുള്ളൂ, പിന്നെ വീണ്ടും അവധിയാണല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ കൺമുമ്പിലുള്ള തന്നെ വേഗം എടുക്കാമെന്ന് വിചാരിച്ചിട്ട് കയ്യോടൊരു വീഡിയോ എടുത്തതാണ്. കാരണം ഇനി അതൊരു മുടക്കതിൻ്റെ ഇടയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ പണിയാണ്. ഇനി പോകുന്ന ദിവസങ്ങളിൽ എവിടെയെങ്കിലുമൊക്കെ ഒരു മുടക്കുണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ കരിമണി ആവാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിതെടുത്തത് കേട്ടോ. അപ്പോൾ പതിവ് പോലെ നിങ്ങൾക്കറിയാമല്ലോ, ഇപ്പോൾ കണ്ടു തുടങ്ങിയവർക്ക് എൻ്റെ ഫോർമാറ്റ് അറിയാം. ആദ്യം ഫോട്ടോസാണ് വരിക, അത് കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറയാറ്. അപ്പോൾ ഇതൊക്കെ ഫോട്ടോസാണ്. അപ്പോൾ ഞാൻ എളുപ്പപ്പണിക്ക് നേരെ അടിയിൽ അതിൻ്റെ ബോക്സ് വെച്ചേക്കാണ്, 2 ലെയറിൻ്റെ 8 പിടി അല്ലെങ്കിൽ 2 ലെയറിൻ്റെ 10 പിടി എന്ന് പറഞ്ഞിട്ടുള്ള ബോക്സ്. അപ്പോൾ എനിക്കും ഇത് പറഞ്ഞു തരാനായിട്ട് കുറച്ച് എളുപ്പമായിട്ട് തോന്നി. അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ എല്ലാതും ഒരേ പാറ്റേൺ ഉള്ളത് കൊണ്ട് 6 പിടി 8 പിടി 10 പിടി ഒരുപോലെ ഉള്ളത് കൊണ്ട് നമ്മൾ തെറ്റി പറയുകയും ചെയ്യും. നിങ്ങൾ ചോദിക്കുമ്പോൾ ഞാൻ ഓൾറെഡി ഉണ്ട് എന്ന് പറയും, പിന്നെ നോക്കുമ്പോഴാവും 8 പിടി അല്ല ഉള്ളത് 10 പിടിയാണ് ഉള്ളത് എന്നൊക്കെ പറയേണ്ടി വരിക. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയാകുമ്പോൾ കുഴപ്പമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാട്ടോ. പിന്നെ നമ്മൾ വീഡിയോയിലേക്ക് കടന്നിട്ടില്ല. എന്നാലും ഇതൊക്കെ ഫോട്ടോസ് ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് ലോക്കറ്റ് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഇത് വിട്ടേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ 1 ലെയറിൽ 8 പിടിയിലാണെങ്കിൽ അങ്ങനെ, ഇപ്പോൾ 10 പിടിയിലാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അതൊക്കെ ഈ ഡബിൾ മറ്റേ വട്ടക്കണ്ണിയുള്ള മാലയാണ്. അപ്പോൾ ഇതിനെങ്ങനെയാണെന്ന് വെച്ചാൽ 6 പിടിയാണെങ്കിൽ ബാക്കിൽ കൊളുത്ത് വരും കേട്ടോ. അപ്പോൾ അതായത് 2 പീസ് മാലയും ഒരു ലോക്കറ്റായിട്ടാണ് വരിക. അത് ഞാൻ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്, അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാവും. ഇതൊക്കെ ഡബിൾ ലോക്കറ്റ് മറ്റേ കൊളുത്തുള്ളതാണ് കണ്ടോ. ഇതൊക്കെ ഇങ്ങനത്തെയാണ് മംഗൾസൂത്രയ്ക്ക് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ ഇപ്പോൾ ഗോൾഡ് ചെയിൻ ആയാലും ഇങ്ങനെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ 6 പിടി വരുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ബാക്കിൽ കൊളുത്ത് വരണമെന്ന് മാത്രം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇടാൻ പറ്റില്ല. കഴിഞ്ഞ ആഴ്ച എനിക്ക് അങ്ങനെ ഒരു പ്രശ്നം പറ്റിയതാണ്. 6 പിടിയുടെ മതി എന്ന് പറഞ്ഞു ഞാൻ അയച്ചു കൊടുത്തപ്പോഴാണ് ആ കുട്ടിക്ക് കൊളുത്തിട്ടിട്ട് ഈ ലോക്കറ്റുമ്പത്തെ കൊളുത്ത് ഊരിയിടാന്ന് പറഞ്ഞാൽ അത്ര പ്രാക്ടിക്കലല്ല, അത് പെട്ടെന്ന് ഒടിഞ്ഞു പോവും, കാര്യം ഉണ്ടാവില്ല. അപ്പോൾ ബാക്കിൽ വട്ടക്കണ്ണി വെക്കണം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞത്. അപ്പം അങ്ങനെ ഒരു അബദ്ധം വരാണ്ടിരിക്കാനാണ് ഞാൻ തിരിച്ച് പറയുന്നത്. 6 പിടി വാങ്ങിക്കുന്നവർ ഡബിൾ ലോക്കറ്റ് ഇടുന്നവരാണെങ്കിൽ ബാക്കിൽ കൊളുത്തുള്ള മാലയായിരിക്കും ഉണ്ടാവുക, അല്ലെങ്കിൽ അതേ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതൊക്കെയാണ് നമ്മുടെ ഡബിൾ ലെയറിൻ്റെ മാലകളുടെയും സിംഗിൾ ലെയറിൻ്റെയും ഫോട്ടോസ്. ഇനിയും ഇഷ്ടം പോലെ ഉണ്ട് നമ്മളുടെ കയ്യിൽ കരിമണിയുടെ, ഇനിയും കുറേ പാറ്റേൺ ഉണ്ട്. അത് വേറൊരു ബോക്സാണ്. അപ്പോൾ ഞാൻ ഈ ബോക്സ് എടുത്തതിൻ്റെ പേരിൽ ഞാൻ വിചാരിച്ചു ഫസ്റ്റ് പാർട്ട് എന്നുള്ള നിലയ്ക്ക് ഈ ബോക്സ് ആദ്യം കാണിക്കാം, അത് കഴിഞ്ഞിട്ട് അടുത്തത് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതുകൊണ്ട് ഒരു ഓർഡറിലല്ല ഞാനിത് എടുത്തിരിക്കുന്നത്, അതുകൊണ്ട് നിങ്ങൾ ക്ഷമിക്കുക. കാരണം നിങ്ങൾക്കറിയാം ഞാനൊരു ഓർഡർ അനുസരിച്ചാണ് ചെയ്യാറ്. പക്ഷേ ഇന്ന് എനിക്കത് ക്രമമായിട്ട് എടുക്കാനായിട്ട് പറ്റിയില്ല. എടുത്തത് കൺമുമ്പിൽ കണ്ടത് ഞാൻ നിങ്ങൾക്ക് എത്തിക്കണമെന്നുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ ഇപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടന്നാലോ. അപ്പോൾ ഇത് മറ്റേ ഡബിൾ ലെയറിൻ്റെ മാലയാണ് കണ്ടോ. ഇത് 10 പിടിയുണ്ട് 8 പിടിയുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് എളുപ്പത്തിന് ഇതിൻ്റെ ബോക്സുകൾ അടിയിൽ വെക്കാം. അപ്പോൾ പിന്നെ നിങ്ങൾക്കിത് എന്താണെന്നുള്ളത് മനസ്സിലാവും. ഇത് ഭയങ്കര എന്താ പറയുക, ഭയങ്കര ഒട്ടും സ്റ്റിഫല്ലാത്തതാണ്. ചിലതെങ്ങനെയാണെന്ന് വെച്ചാൽ പ്ലേറ്റ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ ഭയങ്കര സ്റ്റിഫാവും. അത് നമ്മളിങ്ങനെ ഉടക്കിയാക്കി കഴിഞ്ഞാൽ ഈ പരുവത്തിലേക്ക് ആവും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൊളുത്ത് നമ്മൾ മാറ്റും. ഇതിപ്പോൾ ഇങ്ങനെ പ്ലേറ്റ് ചെയ്ത് വരുമ്പോൾ അവർ ഒരു ലോക്കൽ കൊളുത്തിട്ടിട്ട് വിടുന്നതാണ്. കൊളുത്തുകൾ നമ്മൾ സെപ്പറേറ്റ് പ്ലേറ്റ് ചെയ്തിട്ടാണ് ഇതുമ്മേ ആഡ് ചെയ്യുക. അപ്പോൾ അതാണ് അങ്ങനെ കിടക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ 2 മറ്റേ ലോക്കറ്റുകൾ ഇടുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ മാല വരിക കണ്ടോ. 2 കൊളുത്തായിട്ടാണ് ഇതിൻ്റെ മാല വരിക. അപ്പോൾ കൊളുത്ത് ഫ്രണ്ടിൽ അത് എന്താ പറയുക ഉറപ്പിച്ചിട്ടതിന് ശേഷം ബാക്കിലാണ് ഇതിൻ്റെ കൊളുത്ത് വരുന്നത്. അപ്പോൾ ഇങ്ങനെ എന്താ പറയുക ഇട്ടൂരി അതിനൊരു കംപ്ലൈൻറ്റ് വരില്ല. തിരിച്ച് ലോക്കറ്റുകൾ മാറി ഇടാനാണ് വേണ്ടതെങ്കിൽ നിങ്ങൾ എന്താ പറയുക, അത് ഇത്തിരി റിസ്ക്കാണ്. വട്ടക്കണ്ണികൾ മാറ്റി ഇട്ടാൽ മതി. അത് ഇടണമെങ്കിൽ അതിനൊരു ശീലം വേണം കേട്ടോ, എന്നാലേ പറ്റുള്ളൂ. അപ്പോൾ ഇതാണ്
ആ മാല കേട്ടോ, ഞാൻ നേരത്തെ പറഞ്ഞ മാല അതാണ്. 2 വശത്ത് കൊളുത്തും ബാക്കിലൊരു വട്ടക്കണ്ണിയും കൊളുത്തായിട്ടുള്ളതാണ്. അതാണ് ശരിക്കും ഇങ്ങനെ ഡബിൾ കൊളുത്തുള്ള ലോക്കറ്റിന് ഏറ്റവും നല്ലത്. അപ്പോൾ ഇതൊക്കെ അതാ കണ്ടോ, ഇതിങ്ങനെ ഇതിപ്പോൾ 8 പിടി ആയതുകൊണ്ട് ഇതിന് കൊളുത്തില്ലെങ്കിലും കുഴപ്പമില്ല, നേരെ കഴുത്തിലിടാം. മറ്റേത് 6 പിടിക്കാണ്, അതുപോലെ 8 പിടിക്കായാലും അങ്ങനെ ആയതുകൊണ്ടും വിരോധമില്ല. ചിലർക്ക് ഇങ്ങനെ തിക്കിയിടുമ്പോൾ സാധനം പൊട്ടും. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾ വാങ്ങിക്കാം കേട്ടോ. പിന്നെ ചിലത് എങ്ങനെയാണെന്ന് വെച്ചാൽ ലോക്കറ്റ് ഒന്നും ഇടാണ്ട് മതി എന്ന് പറയുമ്പോഴാണ് നമ്മൾ ഇതുപോലെ ബാക്കിൽ വട്ടക്കണ്ണി ഇട്ടിട്ട് ചെയ്യും. അത് ഞാൻ കാണിച്ചു തരാം. ഞാനിപ്പോൾ ഇതിൽ ഒരെണ്ണം അങ്ങനെ ചെയ്തത് ഞാൻ എടുത്തിട്ടുണ്ട് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇത് വളരെ ചെറിയ മുത്താണ്. മംഗല്യസൂത്രയ്ക്ക് അറിയാലോ, ചെറുതാണ് ശരിക്കും അങ്ങനെ യൂസ് ചെയ്യുക. എന്നാലും കുറച്ചുകൂടി വലിയതും എല്ലാവരും ഉപയോഗിക്കാറുണ്ട്. ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചാണ് ഇപ്പോൾ. അപ്പോൾ അങ്ങനെ ഉള്ളതാണ് ഈ മാല. ഇതാണ് ഞാൻ പറഞ്ഞില്ലേ ബാക്കിൽ കൊളുത്തിട്ടിട്ട്. ഇപ്പോൾ 6 പിടി ആണെങ്കിൽ ചിലർക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ലോക്കറ്റ് ഇടാൻ ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ കൊളുത്തിട്ടിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുക. ഇനിയിപ്പോൾ ലോക്കറ്റ് ഒറ്റ ഇതുള്ള ലോക്കറ്റ് ആണെങ്കിൽ കൊളുത്തിൻ്റെ ഉള്ളിൽ കൂടെ കയറ്റി ഇടാവുന്നതുള്ളൂ കേട്ടോ. ഇതതുപോലെ ഭയങ്കര ഭംഗിയുള്ളൊരു ലോക്കറ്റാണ്. ഇതൊക്കെ ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ മാലയ്ക്കല്ല ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്, ലോക്കറ്റിനാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ലോക്കറ്റ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു സെക്ഷൻ എടുത്തിട്ടുള്ളത്. കണ്ടമാനം ലോക്കറ്റുകൾ നമ്മളുടെ കയ്യിലുണ്ട്, ഡയമണ്ട് ഫിനിഷുള്ള ലോക്കറ്റുകളും ഉണ്ട്. അതൊക്കെ ഇതിന് യൂസ് ചെയ്യാം. പക്ഷേ ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ബോക്സിലുണ്ടായിരുന്ന ലോക്കറ്റുകൾ മാത്രമാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് കേട്ടോ. ഇത് നമ്മൾ നേരത്തെ കണ്ടേക്കാളിലും അതിൻ്റെ അടുത്ത സൈസ്. അപ്പോൾ ഞാൻ 2 സൈസും വെച്ചിട്ട് ഞാൻ ഫോട്ടോ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് കറക്റ്റ് മനസ്സിലാവും കേട്ടോ. അല്ലെങ്കിൽ പെട്ടെന്ന് കണ്ടാൽ നിങ്ങൾക്കത് മനസ്സിലാവില്ല. അപ്പോൾ ഇതും ഈ പറഞ്ഞ പോലെ ലോക്കറ്റ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ജസ്റ്റ് എടുത്തിരിക്കുന്നത്. ഒക്കെ നല്ല AD സ്റ്റോൺസ് ആയിട്ടുള്ള നല്ല ക്യൂട്ടായിട്ടുള്ള ലോക്കറ്റുകളാണ്. അപ്പോൾ അത് ഇതിന് മാത്രമല്ല കേട്ടോ, നമ്മുടെ സാധാരണ മാലയ്ക്കും ഈ ലോക്കറ്റുകളിട്ട ഭംഗിയുണ്ടോ. ഞങ്ങളുടെ കല്യാണത്തിൻ്റെ സമയത്തൊക്കെ, എൻ്റെ കല്യാണത്തിൻ്റെ സമയത്ത് ഇപ്പോൾ ഈ കണ്ട ലോക്കറ്റ് പോലത്തെ ഒരു ലോക്കറ്റ് നേരിയ മാലയും ഇട്ടിട്ടായിരുന്നു അന്ന് കുടുക്കി മാല എന്നൊക്കെയാണ് പറയുക. അതായിരുന്നു നെക്ലസ്, അങ്ങനെയായിരുന്നു. പിന്നീട് അത് ഞാൻ ഈ പറഞ്ഞ പോലെ കരിമണിയുമ കോർത്തിട്ട് ഇട്ടതായിട്ട് എൻ്റെ ഏതൊക്കെയോ ഫോട്ടോസിലുണ്ട്. അപ്പോൾ അങ്ങനെയായിരുന്നു കേട്ടോ. അപ്പോൾ അതാണ് ഇത് കാണുമ്പോൾ നമുക്ക്, അപ്പോൾ എൻ്റെയൊക്കെ ബാച്ചിലുള്ളവർക്ക് അത് ഓർമ്മ വരിക. അന്നത്തെ മാലയുടെ ലോക്കറ്റ് ഇങ്ങനെയാണ്, 2 വശത്ത് വട്ടക്കണ്ണിയായിട്ട് നമുക്കിഷ്ടമുള്ള മാലയമ്മ കോർക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഇങ്ങനെ റൂബി വൈറ്റ് വരുന്നുണ്ട്, റൂബി വരുന്നുണ്ട്, പല തരത്തിൽ വരുന്നുണ്ട്. ഇത് മാത്രമല്ല കേട്ടോ, ലോക്കറ്റുകൾ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ അങ്ങനെ, അപ്പോൾ ഇതൊക്കെ ലോക്കറ്റ് കാണിക്കാൻ വേണ്ടി മാത്രം ഞാൻ എടുത്തിട്ടുള്ളതാണ്. വീണ്ടും പറയാൻ കേട്ടോ. അപ്പോൾ ഇതിലിപ്പോൾ റൂബിയും വൈറ്റും മാത്രമേ ഉള്ളൂ. ഇതിൽ മൾട്ടി കളറും കാര്യങ്ങളൊക്കെ വേറെയുണ്ട്. അപ്പോൾ ഇത് 6 പിടിയുടെ 1 ലെയറിൻ്റെ മാലകൾ ഞാൻ പറഞ്ഞില്ലേ ബോക്സിൻ്റെ അടുത്ത് വെച്ചെടുത്തിട്ടുണ്ടെന്ന്. അപ്പോൾ നിങ്ങൾക്കായാലും ഓർഡർ ചെയ്യുമ്പോൾ കറക്റ്റ് ആ സംഭവം കിട്ടും. കാരണം നമ്മൾക്ക് ഭയങ്കര ആശയക്കുഴപ്പം വരും. ഈ മണികൾ ചെറുതും വലുതും ഒക്കെ ഉള്ളതുകൊണ്ട് ഭയങ്കര ആശയക്കുഴപ്പം വരും. ഇത് 6 പിടിയുടെ 2 ലെയറിൻ്റെ മാല കണ്ടോ, 6 പിടിയുള്ളൂ. ഇനിയിപ്പോൾ ബാക്കിൽ നമ്മൾ നേരത്തെ കണ്ടില്ലേ അതുപോലെ ഇങ്ങനെ വട്ടക്കണ്ണികൾ ഇട്ടിട്ട് 6 പിടി ഇടാം. അല്ല ലോക്കറ്റ് ഇടണമെങ്കിൽ ലോക്കറ്റ് ഇട്ടിട്ട് ചെയ്യാം. അതെങ്ങനെ വേണമെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം. ഇനിയിപ്പോൾ ചിലർ കരിമണിയുമ്പോൾ താലി ഇടണവരുണ്ട്. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നേരെ കൊണ്ടുവന്ന വട്ടക്കണ്ണിയുമ്പോൾ ഒരു താലി ഇട്ട് കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾ പറഞ്ഞാൽ കൊളുത്ത് അതുപോലെ നമ്മൾ മാറ്റിയിട്ട് തരും കേട്ടോ. ഇതിപ്പോൾ നെക്ലസ്സാണ് 2 ലെയറിൻ്റെ. ഇത് ഞാൻ ആ തിരക്കിൻ്റെ ഇടയിൽ എനിക്ക് ഇടുമ്പോൾ അത് ശരിയാവില്ല. കാരണം ഇനിയിപ്പോൾ വളരെ കുറച്ച് സമയമുള്ളൂ നമ്മൾക്ക് എന്താ പറയുക എഡിറ്റ് ചെയ്ത് എക്സ്പോർട്ട് ചെയ്ത് ഇടാനായിട്ട്. അപ്പോൾ അതിൻ്റെ ആ തിരക്കിൻ്റെ ഇടയിൽ ഇത് പ്ലേറ്റ് ചെയ്ത് വന്നതാണ്. ഇതുപോലെ കുറേ പോയിട്ടുള്ളതാണ്. ഇത് പിന്നെ ഒരു 1 സൈഡ് ലോക്കറ്റ് ആയിട്ടുള്ളതുണ്ട്. അതൊക്കെ കണ്ടമാനം നമ്മളുടെ കയ്യിൽ നിന്ന് പോയിട്ടുള്ള ഐറ്റമാണ് കേട്ടോ. ഇത് 5 ലെയറിൻ്റെയാണ്. ഇത് 7 ലെയറിൻ്റെ വന്നിരുന്നു, 6 ലെയർ വന്നിരുന്നു. ഇതിപ്പോൾ 5 ലെയറാണ്. നല്ല ഭംഗിയുള്ള മാലയാണ്. ഇതൊക്കെ റീപ്ലേറ്റ് ചെയ്യേണ്ടതാണ് കേട്ടോ. ഇത് കുഞ്ഞുമണി കണ്ടോ, ഇത് നമുക്ക് കണ്ടാൽ തന്നെ അറിയാം വളരെ ചെറിയ മണിയാണ്. അപ്പോൾ ഈ കരിമണിയിൽ തന്നെ ഇപ്പോൾ നമ്മുടെ കയ്യിൽ 3 സൈസ് ഉണ്ട് കണ്ടോ. ഇത് 2 നോക്കുമ്പോഴാണ്, ഒന്നിച്ച് നിൽക്കുമ്പോൾ അതിൻ്റെ വ്യത്യാസം മനസ്സിലാവുള്ളൂ. ഒറ്റയ്ക്ക് കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവില്ല. പിന്നെ നമ്മൾ വിചാരിക്കും ചെറിയ മണിക്ക് ചെറിയ വിലയാണ്. തിരിച്ചാണ്, ചെറിയ മണിക്കാണ് വലിയ മണിയേക്കാളും കുറച്ചും കൂടി ഡിമാൻഡ് കേട്ടോ. ഇത് കുഞ്ഞുമണിയാണ്. ഇതുമ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ലോക്കറ്റ് ഇട്ട് സെറ്റ് ചെയ്ത് വെച്ചു എന്നുള്ളൂ. ഇതിന് ഏത് ലോക്കറ്റ് വേണമെങ്കിലും ഇടാം. ഇതിപ്പോൾ ഗോൾഡനും ഇടാം എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇത് 2 ലെയറിൻ്റെ 10 പിടി, 6 പിടി 1 ലെയറിൻ്റെ. ഞാൻ ഓരോ ബോക്സിലും ഇന്ന് ഇത് ഒതുക്കണോട് കൂടിയിട്ട് കാണിക്കണോട് കൂടിയിട്ട് ഒതുക്കി സെപ്പറേറ്റ് ആക്കി വെച്ചു. അപ്പോൾ കുട്ടികൾക്കായാലും എടുക്കാനും കാണിക്കാനും ഒക്കെ ഒരു എളുപ്പമാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അതാണ് ഞാൻ പറഞ്ഞത്. ജസ്റ്റ് ഒരു ബോക്സ് മാത്രം ഞാൻ എടുത്തിട്ടുള്ളൂ. കാരണം എല്ലാതും കൂടി എടുത്തു കഴിഞ്ഞാൽ എനിക്കും ആശയക്കുഴപ്പമാവും, കാണുന്നവർക്കും ബുദ്ധിമുട്ടാവും.
പിന്നെ ഒതുക്കിയിട്ടുമില്ല. അപ്പോൾ ഒതുക്കാണ്ട് നമ്മൾ സമയം കൈ പിടിച്ചിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഒതുക്കാണ്ട് വന്നു കഴിഞ്ഞാൽ ഇരട്ടി പണിയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഉള്ളത് വൃത്തി പോലെ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇന്നലത്തെ നെക്ലസ് ഭയങ്കര എന്താ പറയുക വൻ വിജയം എന്ന് വേണമെങ്കിൽ പറയാം. കുറേ എന്താ പറയുക കുറേ എണ്ണം എനിക്ക് സോൾഡ് ഔട്ടായിപ്പോയിട്ടോ. അപ്പോൾ കാരണം കല്യാണ സീസണല്ലേ. പിന്നെ ഇന്ന് റെക്കോർഡ് വിലയാണ് സ്വർണ്ണത്തിന്. 70,000 എത്രയോ രൂപയുണ്ടെങ്കിൽ ഒരു പവൻ കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ 71,000 71 72 എന്തായാലും ആവും. അപ്പോൾ വെറുതെ എന്താ പറയുക ആ കാശും കാര്യങ്ങളൊക്കെ ഇതാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഇന്നലെയാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ നെക്ലസ്സുകൾ പോയ ദിവസം ഇന്നലെയാണ്. നെക്ലസ് എന്ന് പറഞ്ഞാൽ ഹെവി നെക്ലസ്. അപ്പോൾ അതിന് ഇന്നും ഒക്കെ ആയിട്ട് ഓർഡറുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്കത് ഭയങ്കര സന്തോഷമായി. കാരണം എന്താ പറയുക ഇത്രയും വില കൂടിയ സമയത്ത് നമ്മളുടെ ഒരു ആഭരണം ഇട്ടിട്ട് കയറുമ്പോൾ മനസ്സുകൊണ്ട് എന്താ പറയുക സ്വർണം അല്ലല്ലോ എന്ന് ചിന്തിക്കുമെങ്കിലും പിന്നീട് അത് വെറുതെ എടുത്ത് കാശ് കളഞ്ഞില്ലല്ലോ. ആ കാശ് നമുക്ക് ബാങ്കിലിട്ടാൽ എന്തിനെങ്കിലും ഉപയോഗിക്കാമല്ലോ. കാരണം ഈ ഓർണമെൻറ്റ്സ് ഒന്നും ഇട്ട് നടക്കുന്നവരല്ല. അപ്പോൾ ഇതൊക്കെ ആകുമ്പോൾ ആ മുടക്ക് മുതൽ ചെറിയൊരു മുടക്ക് മുതലാണ് അത് അവിടെ മാറ്റി. ഞാൻ പറഞ്ഞില്ല ഒരു സാരിയുടെ വില പോലും ആവണില്ല ഈ ഓർണമെൻറ്റ്സിന്. അപ്പോൾ അങ്ങനെ ഇതൊക്കെ എന്ന് വെച്ചിട്ട് നിങ്ങളോട് ഇത് വാങ്ങി സൂക്ഷിക്കാൻ ഞാൻ ഒരിക്കലും പറയില്ല. ഇതൊന്നും ഒരു സമ്പാദ്യമല്ല കേട്ടോ. അതും ഞാൻ തിരിച്ച് പറയാണ്. ചിലർക്ക് ഒരു ചിന്തയുണ്ട് ഇതൊക്കെ വാങ്ങി വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും സമ്പാദ്യമല്ല. പക്ഷേ നമുക്ക് കാലാകാലം റീപ്ലേറ്റ് ചെയ്ത് ഉപയോഗിക്കാം. അത്രയേ ഉള്ളൂ. ഞാൻ ഇവിടെ കുട്ടികളോടും പറയുന്ന പോലെ ഒരു വട്ടം വാങ്ങിയാൽ നമുക്ക് റീപ്ലേറ്റ് ചെയ്ത് കുറേ വർഷങ്ങൾ ഉപയോഗിക്കാം. 10ഉം 15ഉം വർഷം ഉപയോഗിക്കാം. അല്ലാണ്ട് ഇതിങ്ങനെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ ഇത് നാളെ വിറ്റ് കാശാക്കാം അങ്ങനെയുള്ള ഒരു സംഭവം അല്ല കേട്ടോ ഇത്. അപ്പോൾ അത് പ്രത്യേകം ഞാൻ പറയുന്നു. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞില്ലേ കുറേ പോയിട്ടുള്ളതാണെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ഓൺലൈൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ശരിക്കും 4 വർഷമാണ്. ഈ 4 വർഷവും നിർത്താണ്ട് പോയിട്ടുള്ള ഒരു ഐറ്റമാണ് ഇത്. എനിക്ക് തോന്നുന്നു സെറ്റ് മുണ്ടിൻ്റെ മുകളിലേക്ക് ഇത് ഭയങ്കര ഭംഗിയാണ്. അതാണ് മെയിനായിട്ട്. അതുപോലെ തന്നെ പട്ടുസാരികളുടെ മുകളിലേക്കൊക്കെ ഈ വൺ സൈഡ് ലോക്കറ്റും ഈ ലെയറും വരുമ്പോൾ ഭയങ്കര ഭംഗിയാണ്. അപ്പോൾ ഇതുപോലെ നല്ലൊരു മാലയാണ്. കണ്ടമാനം കൊണ്ടുപോയിട്ടുള്ള ഐറ്റമാണ്. ഇത് എടുത്തവർ ഇത് കാണുമ്പോൾ മനസ്സിൽ പറയുന്നുണ്ടാവും ഇതെൻ്റെ മാലയാണല്ലോ എന്ന്. കാരണം അത്രയധികം പോയിട്ടുണ്ട്. നല്ല കറക്റ്റ് ഗോൾഡിൻ്റെ പണിയിലുള്ള മാലയാണ് ഇത്. 8 പിടിയുണ്ട് 10 പിടിയുണ്ട് കേട്ടോ. അപ്പോൾ ചിലർക്ക് എനിക്കൊക്കെ 10 പിടി ഇടാൻ ഇഷ്ടം. കുറച്ചും കൂടി ഒന്ന് ഇറക്കത്തിൽ എന്താ പറയുക കിടക്കുമ്പോൾ നല്ലതാണ്. ഒത്തിരി കൂടി ഹൈറ്റൊക്കെ തോന്നിക്കും. അതേസമയം ചെറുത് ഇടുമ്പോൾ എനിക്കെന്തോ 8 പിടി ഇടുമ്പോൾ എനിക്കെന്തോ പോലെയാണ് കുറവ്. ചുരിദാർ ഇടുമ്പോൾ 8 പിടിയാണ് നല്ലത് കേട്ടോ. പക്ഷേ സാരി ഉടുക്കുമ്പോൾ ഞാൻ അധിക ഭാഗം 10 പിടിയാണ് ഞാൻ പ്രിഫർ ചെയ്യുക കേട്ടോ. എൻ്റെ ഇഷ്ടമാണ് ഞാൻ പറയണത്. മറ്റുള്ളവരുടെ ഇഷ്ടമല്ല കേട്ടോ. ഓരോരുത്തർക്ക് അവരവരുടെ ഇഷ്ടമുണ്ടല്ലോ. നമുക്ക് ഇന്നതിട്ടാലോ ഭംഗി. പിന്നെ നമ്മൾ ഇടുന്ന ആഭരണങ്ങളായാലും സാരി ആയാലും നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ അതിനും ഒരു ഭംഗി ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ നമ്മളെപ്പോഴും എന്താ പറയുക എങ്ങനെയാണാവോ ഏതാണാവോ എന്നുള്ളത് നമ്മളുടെ ബോഡി ലാംഗ്വേജിനെയും എന്താ പറയുക ബാധിക്കും. നമ്മളുടെ ഫേസിനെ ബാധിക്കും. അങ്ങനെയാണ്. അപ്പോൾ ഇതുപോലെ ഫുൾ ഗോൾഡാണ്. തുമ്പത്ത് മാത്രം കരിമണി. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ നോക്കുമ്പോൾ ഗോൾഡ് ചെയിൻ പോലെയാണ്. അപ്പോൾ ഇത്രയ്ക്കേ ഉള്ളൂ ഇന്നത്തെ വിശേഷം. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം. അപ്പോൾ നമുക്ക് നാളെ കാണാം കേട്ടോ. ബൈ.